ജയിലിൽ നിന്ന് ഇറങ്ങി. കാശ് വേണ്ടെന്ന വാസുനാരുടെ ഓശാരം വേണ്ട. നീ കടപൂട്ടി എങ്ങോട്ടെങ്കിലും മാറിക്കോ. എന്തിനാ? എടാ വാസ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അമ്മേ, അതിന് ഞാനെന്തിനാ പേടിക്കുന്നേ? നീ ഒരുത്തൻ സാക്ഷി പറഞ്ഞോണ്ടല്ലേ അയാൾ ജയിലിൽ പോയത്. അയാളെ തന്നെ വിടുവാ. ചേടാ, കണ്ട കാര്യം മനുഷ്യന് കോടതി പറയാൻ പാടില്ലേ? പട്ടാ പോലെ ഒരു പെണ്ണിനെ പുഴക്കരയിട്ട് നശിപ്പിക്കുന്ന കണ്ടാ കണ്ടില്ലെന്ന് പറയാൻ എന്നെ പോലെ ചങ്കുറ്റുള്ള ആണുങ്ങൾക്ക് പറ്റുമോ? എടാ അവന്റെ സ്വഭാവം നിനക്കറിയില്ല. ഈ ഗ്രാമം മുഴുവൻ അവന്റെ പേര് കേട്ട പേടിച്ച് വിറക്കും. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരൊക്കെ അവന് പ്രാന്താ. ആ പ്രാന്തക്കാരന്റെ അമ്മയുടെ പെണ്ണെടുത്ത് മതി. ഇവിടെ കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേർക്ക് ജീവിക്കണ്ടേ? അവനെങ്ങാനും ഇതിന്റെ പേരിൽ കണസാവസ്ഥ പറഞ്ഞ എന്റെ അടുത്ത് ഒന്നല്ല ചവിട്ടുകുട്ടിയെ പുഴയിലേക്ക് വലിച്ചെറിയുന്നല്ലേ. കർത്താവ് എന്ത് പറഞ്ഞ ഇവനെ മനസ്സിലാക്കുക. എടാ നീ ഒന്ന് ബൂത്ത് പൂട്ടി പോട കുഞ്ഞ, വെറുതെ ചാകാൻ നിൽക്കണ്ട. ഓ എന്റെ തോമേട്ടാ, നിങ്ങൾ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഒന്നുമില്ലെങ്കിൽ നമ്മളൊക്കെ നെഞ്ചും പിരിച്ചെടുക്കുന്ന ആണുങ്ങളല്ലേ. ഒന്നുകൂടെ മാറിക്കേ, കട പൊട്ടിക്കോട്ടെ. പൊട്ടിക്കോ. ഞാൻ പോയി ഫോൺ ബില്ല് അടച്ചിട്ട് വരാം. ആ വാസു അന്വേഷിച്ച് എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാനായിട്ട് എന്തിനാ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുക്കണേ? നീ വേഗം പോയിക്കോ. അല്ലെങ്കിൽ വേണ്ട, ഒരാഴ്ചത്തേക്ക് ആയിക്കോട്ടെ. ഞാനേ പഴനിക്ക് പോയിട്ട് വരുന്ന വഴി വേളാങ്കണ്ണി പോയി ഒരാഴ്ചത്തെ പാട്ടുകുർബാനിൽ പങ്കെടുത്തതേ വരുള്ളൂ എന്നോട് പറഞ്ഞേക്ക്. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് അവനോട് എന്റെ കണ്ണിപ്പെടാതെ നടന്നോളാൻ പറ. അവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അടിച്ചു ഞാൻ കട പൊട്ടുന്നില്ലേ എന്നാ അവിടെ? വാസുണ്ടല്ലോ. ഇത്രയും കാലം എവിടെയായിരുന്നു? 100 ആയുസാ. വാസ്തുവിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇട്ടുള്ളൂ അല്ലേ തോമേട്ടാ? വാ, നമുക്ക് അവിടെ ഒരു ചായ കുടിച്ച് സംസാരിക്കാം. ജയിലിലെ വിശേഷങ്ങളൊക്കെ. ജയിലിലേക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഫ്രീ ആയിട്ട് വിളിക്കാൻ കേട്ടോ. വേണ്ട വാസു, അവൻ പാവമാണ്. വേണ്ട വാസുണ്ട. തല്ലല്ലേ വാസുവേണ്ട. പോലീസുകാർ ഒന്ന് ചോദിച്ചപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയണ്ട. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ വാസുവേണ്ട. എന്താടോ പോയി നോക്ക്. എന്ത് നടന്നത്? എഴുന്നേറ്റ് കിടക്കാൻ ജീവനില്ലാത്ത പാവത്തിനെ തല്ലുന്നു. കേരള വണ്ടിലോട്ട്. നീ പോലീസുകാരന്റെ ദേഹത്ത് കൈവയ്ക്കുമല്ലേ? എന്താടോ? ഞങ്ങൾ വാസുവിനെ കൊണ്ടുപോകാൻ വന്നതാ. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ വാസുവിനെ പോലുള്ള ക്രിമിനൽസിനെ വളർത്തുന്നത്. ഇവരൊക്കെ എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവനെയൊക്കെ സംരക്ഷിച്ചല്ലേ പറ്റൂ. പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ബോംബെറിയാനും പോകുന്നതിന്റെ കടപ്പാട് അല്ലേ? സാർ എന്തിനാ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? ഈ കേസിൽ വാസുവിനെതിരെ റിട്ടേൺ ആയിട്ട് ഒരു കംപ്ലൈന്റും ഇതുവരെ ഇവിടെ കിട്ടിയിട്ടില്ലെന്നാ ഞങ്ങളുടെ അറിവ്. മാത്രമല്ല, വാസു ഉപദ്രവിച്ചു എന്ന് പറയുന്ന വികലാംഗൻ
തനിക്ക് പരാതിയില്ലെന്ന് എഴുതി തന്നിട്ടുണ്ട്. അതങ്ങോട്ട് കൊടുക്കു വക്കീലേ. എല്ലാ കേസിലും നിന്നെ ഇങ്ങനെ രക്ഷിക്കാൻ ആളുണ്ടാവില്ലെന്ന് ഓർത്തോ? വാസു കേസുണ്ടാക്കാറുണ്ട്, പോലീസ് പിടിച്ചിട്ടുമുണ്ട്. പക്ഷെ തല്ലുകൊള്ളുന്നത് ആദ്യമാ. പോട്ടെ സാറേ. പടച്ചമ്പുരാനെ കരുനീലിച്ച് കിടക്കണത് കണ്ടില്ലേ? ആ ദുഷ്ടന്റെ തലയിൽ ഇടുത്തി വീഴുള്ളൂ. എനിക്കൊന്നുമില്ല അമ്മ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒന്നും പറ്റിയിട്ടില്ല. പെരുവഴിയിലിട്ട് പട്ടിയെ തല്ലണ പോലെയല്ല അവൻ തല്ലിയത്. എന്നിട്ട് പാർട്ടിക്കാർ വന്ന് പറഞ്ഞപ്പോ പരാതി ഇല്ലാതെ എഴുതി കൊടുത്ത്. പരാതി കൊടുത്ത അയാൾ അകത്ത് പോയാ പിന്നെ ഇറങ്ങുമ്പോ അതിന് വേറെ ഇടി കിട്ടും. കിട്ടാനുള്ളതോ കിട്ടി. ഇനി അടുത്തതും കൂടി നമ്മൾ ചോദിച്ചു വാങ്ങണോ തോമേട്ടാ? എന്തോമ്മ? എന്നാലും എന്റെ മോനെ ഉമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഈ ഉമ്മയുടെ കരച്ചിലാണപ്പോൾ എനിക്ക് പിന്നെ സങ്കടം പറഞ്ഞേ. ദേ പിന്നെയും കരയിടും. ആ ഉമ്മ രാവിലെ ജമാലിന്റെ ഫോൺ വന്നിരുന്നു. അവൻ ചിലപ്പോ പെരുന്നാളിന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഇത് നേരാണ്. നീ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓന്റെ സ്വരം കേട്ടിട്ട് കാലം എമ്മിണിയായി. എന്തായാലും അവന് ഇനി പെരുന്നാളിന് വരൂല്ലോ. വെള്ളത്തിന്റെ ചൂടാറി, നമ്മൾ പോയി ചൂടാക്കിട്ട് വരാം. ഞാൻ വിഷയം മാറ്റിയതാ. ഉമ്മാനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ജമാലിന്റെ കാര്യം പറഞ്ഞ. എത്ര കാലമെന്ന് വെച്ചാ ഉമ്മാനോട് ഇങ്ങനെ കള്ളം പറയുന്നത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഉമ്മ കാത്തിരിക്കണ ഉമ്മാടെ മോൻ മരിച്ചുപോയെന്ന് പറയണം. ദുബായിക്ക് പോകാനുള്ള മോഹമായിട്ട് ബോംബെ ചെന്ന് എല്ലാം നഷ്ടപ്പെട്ടപ്പോ റെയിലിൽ തലവച്ചൊരു ആത്മഹത്യ ചെയ്തെന്ന് ഞാൻ എങ്ങനെ? എനിക്കിങ്ങനെ പറ്റിയിട്ടുമല്ലോ ഉമ്മയ്ക്ക് സഹിക്കണില്ല. അപ്പൊ പിന്നെ ഉമ്മയുടെ മോൻ ജീവിച്ചിരിപ്പില്ലെന്നറിഞ്ഞ ഉമ്മാടെ കണ്ണീരാണ്. എനിക്ക് വയ്യ തോവേട്ട. 399 മുഴുവൻ ചില്ലറയാണല്ലോ. പിച്ചക്കാരനാണോ? പിച്ചക്കാരന്റെ അപ്പനാടാ. വെറുതെ ദൈവം നിനക്ക് കൂലാന്ന് തേണ്ടി. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും. ഫോൺ ഫോൺ. അയ്യോ, ബസ് വരും. ഇപ്പൊ വേണം. ആരും കാണില്ല. വാ. ദൈവമേ, ഇവൻ അടുത്തിടിക്കുള്ള ടെൻഡർ ക്ഷണിക്കാനാ, അതും സർക്കിളിന്റെ മോള്. അയ്യോ, ഞാനൊരു കാര്യം മറന്നു. ഞാൻ ഒന്ന് വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. വേഗം വരണം, ബസ് പോരും. എടാ ഭയങ്കര, ഇത്ര പെട്ടെന്ന് വളച്ചോ? ഇപ്പോഴത്തെ പെമ്പിള്ളേർക്ക് വളഞ്ഞിരിക്കുന്നവന്മാരാണ് ഇഷ്ടം. പ്രസാദ് സാറ് രാവിലെ 2 പ്രാവശ്യം വിളിച്ചിരുന്നു. വന്നാലുടനെ ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറഞ്ഞു. വേഗം വിളിച്ചോളൂ. ഓ, അങ്ങോട്ട് വിളിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വന്നു. ഹലോ, ഇൻകമിങ് എനിക്കാണോ? അല്ലെ തറവാട്ട് പറഞ്ഞോടുള്ളതാ. ഹലോ, കുഞ്ഞൻ STSD ബോത്ത്. ആ, അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയായിരുന്നു. ഇതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഹലോ, ഞാൻ ലക്ഷ്മിയാ. എത്ര പ്രാവശ്യം വിളിക്കണു? എനിക്ക് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. കുറച്ചു നാളത്തേക്കെങ്കിലും കാണാതിരിക്കുന്നതാ നല്ലത്. ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നറിഞ്ഞ എന്റെ പഠിപ്പ് നിർത്തുന്നു അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊന്നും കേക്കണ്ട. ഞാനിന്ന് നിന്റെ കോളേജിലേക്ക് വരും. പ്രസാദ്, വെറുതെ അബദ്ധമൊന്നും കാണിക്കരുത്. അയ്യോ, ബസ് വന്നു. ഹലോ 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 ഹലോ. ആ, കോളേജ് ബസ് വന്നുകൊണ്ട് ലക്ഷ്മി കുഞ്ഞ് പോയോ? എനിക്ക് അവിടെ കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. പ്രസാദ് സാറ് വിഷമിക്കണ്ട. നിങ്ങൾക്ക് തമ്മിൽ കണ്ട് സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതിനുള്ള വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓ ശരി.
മനസ്സിലായി? വിമൽകുമാർ അല്ലേ? താങ്ക് യു. ഞാനല്ലാതെ വേറൊരാളെന്നെ ആദ്യമായിട്ടാ വിമൽകുമാർ എന്ന് വിളിക്കുന്നേ. നന്ദിയുണ്ട് കേട്ടോ. പൂച്ചക്കണ്ണാണല്ലേ? 4 കാലിലെ വീഴു. ആ ദേ ആളെത്തിയല്ലോ. സാറ് പോയി അകത്തിരുന്നോ, ഞാൻ പോയി വിളിച്ചോട്ട് വരാം. ഇരിക്കണ കണ്ടില്ലേ കള്ളൻ. ഒരു എക്സ്ക്യൂസ് മീ, ലക്ഷ്മി കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിക്കുന്നു, ഹോൾഡ് ചെയ്യാ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അമ്മ വിഷമിക്കും. ബൂത്തിലെ നമ്പർ ഞങ്ങളുടെ അമ്മയ്ക്കും കൂടി കൊടുത്തോട്ടെ. അമ്മയ്ക്കോ അച്ഛനോ ബോയ് ഫ്രണ്ടിനോ ആർക്കും കൊടുത്തോളൂ. ഞങ്ങൾക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യും? ബോയ് ഫ്രണ്ട് ഇല്ല ഈ വിഷമിക്കുന്ന എന്തിനാ? 33415 വിളിച്ചാ മതി. അവിടെ എന്തിനും പോകുന്ന നല്ലൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആധാരുടെ നമ്പറാ? വിമൽ കുമാറിന്റെയാ. അതാരാ? ഞാൻ തന്നെയാ. ഞാനും നിങ്ങള് ചെല്ലട്ടെ. വാസണ്ണോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്താണ് തല്ലുകൊണ്ടതിന് ശേഷം ഒരു സ്നേഹം? ഓ, നമ്മൾ ആണുങ്ങൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാ ചിലപ്പോ അത് തല്ലി തന്നെ തീർത്തുന്നിരിക്കും. അതോടെ അത് തീർന്നു. എനിക്ക് അണ്ണനോട് ഒരു വിരോധമില്ല. എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അയ്യോ, അകത്തൊരു IST കോള് വിളിച്ചോണ്ടിരിക്ക. അണ്ണന് ചായ വേണ്ടി കണ്ടോ, നമുക്ക് ഓരോ കടിയായാലോ? മാറാ വാസണ്ണ. ഇതാണ് ISD. ഞാനൊരു ലോക്കലാണ്. ഈ വിളി കഴിഞ്ഞ ഈ ഫോണിൽ ഞാനും ഒരു ലോക്കൽ വിളിച്ചോട്ടോ. നീ കൊള്ളാമല്ലോടി പെണ്ണെ. വേണ്ട വാസണ്ണ, വിട്ടേക്ക്. സർക്കിളേമാന്റെ മോളാ. ഓഹോ, സർക്കിളേമാന്റെ മോളാണോ? അപ്പൊ കുറച്ച് മര്യാദ കൊടുക്കണമല്ലോ. മാറിയില്ലെങ്കിലോ? വാസണ്ണ, ഞാൻ കാല് പിടിക്കാം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇങ്ങോട്ട് പോരു വാസണ്ണ. എന്തിനാ എന്റെ ശരീരം കേടാക്കുന്നേ? അവരായി അവരുടെ പാടായി. അയ്യോ, എന്റെ ബസ്. ആരാ വാസന തല്ലിട്ട് പോയെ? ആരോടും പറയണ്ട. എന്നെ തല്ലിയതിന് ഞാൻ ടൗണിൽ നിന്ന് ആളെ ഇറക്കിയതാ. ഓഹോ, രൂപ 2000 ചെലവ്. എന്നെ നോയിച്ചാണ്ടല്ലോ, ഞാൻ തന്നെ മേടിച്ചു പോയി. പെട്ടി കുലുക്കാൻ നേരം നടാ, ആ ബൾബിന്റെ ഫിലമെന്റ് പോവും. ഒട്ടിക്കത്ത ജീപ്പിന്റെ വീല് പഞ്ചറാങ്ങേണ്ട സമയേ. വേണമെങ്കിൽ ടൂറിസ്റ്റ് ടാക്സി വിളിച്ച് പറയാറുന്നല്ല, കാശ് ലാഭിച്ചല്ലേ. ചുമ ഞാൻ ചുമച്ചില്ലല്ല, സാധനം ചുമക്കാൻ. ഏതോ നാടോടികൾ എത്തിയിട്ടുണ്ടല്ലോ. അയ്യോ പാവം, കണ്ണിലെന്ന് തോന്നണം. എന്തിനാ കണ്ണ്? ഈ ആലിലക്കണ്ണ് എനിക്കിഷ്ടമായി. ഞാനിപ്പോഴേ ഹാപ്പിയാ. ഞാനൊന്ന് പോയി പരിചയപ്പെട്ടാലോ? പണ്ട് വടുതലിൽ വെച്ചൊരു വെടിക്കെട്ടുകാരന്റെ മകളെ നീ വെടിവെക്കാൻ അല്ല പരിചയപ്പെടാൻ പോയത് ഓർമ്മയുണ്ടല്ലോ. എത്ര ദിവസം ആശുപത്രി കിടന്ന്? ബോധമില്ലാണ്ട് ICUയിൽ 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4. എന്നെ എത്തിയില്ല, നടന്നിട്ടെണ്ണം. പോ. ചുമയ്ക്ക് ഒരു കുറവില്ലല്ലോ. ഈശ്വര, കൈ പൊള്ളണു. അച്ഛൻ കിടക്ക്, ഞാൻ എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചോണ്ട് വരാം. കാശിനല്ലേ അരി വാങ്ങിച്ചത്? അച്ഛൻ കിടക്ക്, കാശ് ഞാൻ ആരോടെങ്കിലും വാങ്ങിക്കോളാം. കിടക്കച്ച. വടയെന്ന് കൊടുക്കട്ടെ? വട വേണ്ട. പഴോ? വേണ്ട. സിംഗിൾ പഴം വേണ്ടടോ. ഓ, എന്താ വേണ്ടേ? അച്ഛന് തീരെ സുഖമില്ല, മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് കാശ് തരുമോ? തിന്നാനാ കുടിക്കാനോ വേണമെങ്കിൽ വല്ലതും തരാം. കാശൊന്നുമില്ല. പുതിയ ഇറക്കുമതിയാണെന്ന് തോന്നുന്നു. ആ പുറമ്പോക്കിൽ കുറെ എണ്ണം വന്ന് തമ്പടിച്ചിട്ടുണ്ട്.
കയ്യിലെന്ത് പണ്ടാരം കിട്ടിയാൽ അടിച്ചോണ്ട് പോകും. ചെമ്പകശ്ശേരി അഞ്ചഞ്ചരപ്പന്റെ മാലയിൽ അടിച്ചോണ്ട് പോയി. ഹലോ കുഞ്ഞൻ സയ്യസ്റ്റേ ബോത്ത്. ഹലോ ആരാ? ഞാനിവിടെ ഇരിക്കുന്നോട്ട് തോന്നാണോടാ. വച്ചിട്ട് പോടാ പറ്റി ഫോൺ. കുഷ്ഠരോഗാശുപത്രിയാണോന്ന്? ഇവനൊക്കെ കുഷ്ഠമെന്ന് ചാവുള്ളൂ. പന്നി എന്റെ കണക്കും തെറ്റിച്ചു. ഇവിടെ ആരും ഇല്ലേ? ആരുമില്ല, കേറി പോരെ. ഇത് കടയാണോ? അല്ല, അമ്പല. ഞാനവിടുത്തെ പ്രതിഷ്ഠ. വായിലാക്കുന്നില്ല അപ്പൻ. അച്ഛന് മരുന്ന് വാങ്ങണായിരുന്നു. കുറച്ച് പൈസ തന്ന് സഹായിക്കൂ. അത് ശരി. അപ്പൊ കാർഡൊന്നും അടിച്ചില്ലേ? കാർഡോ? അതെ. എന്റെ അച്ഛൻ തടിമില്ലിൽ തടി അറുത്തോണ്ടിരിക്കുമ്പോൾ തടി വീണ് തടി കേടായി ആശുപത്രിയിലാണ്. തടിമാടന്മാരായ 3 ആങ്ങളമാരുണ്ടെങ്കിലും ആ 3 പേര് മന്ദബുദ്ധികളാണ് എന്നൊക്കെ പറഞ്ഞ് കാർഡടിച്ച് കൊടുത്തിട്ടല്ലേ ഇതുപോലെയുള്ള തട്ടിപ്പ്. അതെന്റെ അടുത്ത് വേണ്ട കേട്ടോ. എന്റെ അടുത്ത് വേണ്ട. അയ്യോ, ഞങ്ങൾ അത്തരക്കാരല്ല. എന്തിനാ ഇങ്ങനെ കൈനീട്ടാൻ നടക്കുന്നേ? നല്ല ആരോഗ്യം ഉണ്ടല്ലോ, കാണാനും കൊള്ളാം. എവിടെങ്കിലും പോയി വീട്ടു ജോലി ചെയ്ത് ജീവിച്ചൂടെ? കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് ആരാ വീട്ടുജോലി തരണേ? കണ്ണിന് കാഴ്ചയില്ല, എന്നാൽ ഇയാൾ രാവിലെ പത്രം വായിക്കും, രാത്രി ടിവിയും കാണും. എന്തിനാ മോളെ എന്റെ അടുത്ത് ചുമ്മാ നമ്പർ ഇറക്കുന്നേ? ഞാനൊരു എസ്റ്റിഡി ബുക്ക് നടത്തുന്നതന്നെ. എന്റെ ഫുൾ നമ്പറാ. ഈശ്വര, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്നുണ്ടോ? ശരി, കണ്ണിന് കാഴ്ചയില്ല എന്ന് ബോധ്യം വന്നാ ഞാൻ കുട്ടിയെ സഹായിക്കാം. അതിനൊക്കെ ചില നിസാര ടെസ്റ്റുകളേ ഉള്ളൂ. പഠിച്ച കള്ളിയാ, നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. അപ്പൊ ഈ ടെസ്റ്റ് പോരാ. എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഒന്നുമില്ല, ഇപ്പൊ ഞാനെല്ലാം മനസ്സിലാക്കി തരാം. ഇയാള് പെണ്ണാണെങ്കി ഇതോടെ എല്ലാ കള്ളിയും പുറത്ത് വെളിച്ചത്താവും. ഇതെന്റെ പുതിയ ടെസ്റ്റാ, ഞാനിപ്പോ കണ്ടുപിടിച്ചോളൂ. ഞാനാ ഇവിടുത്തെ ആളാ. സ്ലിപ്പായി ടച്ച് ആയതാ. എന്ത് പോക്ക് തറടി കാണിക്കണ? നിന്റെ പല്ലു കണ്ടി കുട്ടിയുടെ മുഖം മുറിഞ്ഞ് പോയിസൺ അടിച്ച് പിടിച്ച് ചത്ത ആരുത്തരം പറയോടാ? അല്ല കല്ലിയെ ആരും അറിയാതെ അകത്ത് കയറ്റി ഉമ്മ കൊടുക്കാൻ നീയാണ ഉമ്മറ ഉമ്മച്ചന ഉമ്മങ്കോശിയ. നിന്റെ ഉമ്മയൊന്ന് കാണട്ടാ. അങ്ങനെ നീ പറയുമ്പോ ഉമ്മക്ക് എന്നെ കിട്ടില്ല. ആ ഉമ്മയല്ല, നിന്റെ ഐശുമ്മനൊന്ന് കാണട്ടാ. ചതിക്കല്ലേ ചന്ദ്ര, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. ഇത് മറ്റാരും അറിയരുത്. വടി 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 വടി. ദൈവത്തെ ഓർത്ത് കുഞ്ഞ് കരയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, അറിയാണ്ട് കൈതൊട്ട് മേത്ത് കൊണ്ടതാ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചന്ദ്ര. എന്നിട്ടെന്തിനാ ഇന്നലെ ഞാൻ 200 രൂപ കറഞ്ഞു വെച്ചപ്പോ നിനക്കെന്ത് ഗമയായിരുന്നു? ഞാൻ എന്ത് പറയാനാ? എല്ലാം സംഭവിച്ചു പോയില്ലേ. ഇനി ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും. ലജ്ജാവഹം ലജ്ജാവഹം. കുട്ടി കരയല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. കുട്ടി കാര്യം അറിയാതെ ഇങ്ങനെ കരയരുത്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനയനുമാണ്. ഈ ഗ്രാമത്തിന്റെ മുഴുവൻ ഭാരവും ഇദ്ദേഹത്തിന്റെ ഈ ചുമലിലാണ്. കുട്ടിക്കറിയോ, ഇദ്ദേഹം ഇന്നേ വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. കണ്ണില്ലാത്തത് കൊണ്ടല്ല, നോക്കിയിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഇദ്ദേഹത്തിന് അറിയാം. പട്ടി, കുട്ടി എന്നോട് ക്ഷമിക്കണം. പല പേരും പറഞ്ഞ് ഒരുപാട് ആളുകൾ തട്ടിപ്പടത്തുന്ന കാലം അത്. അതുകൊണ്ട് പറ്റിപ്പോയതാ. ശരിക്കും അച്ഛൻ എന്താ അസുഖം? നല്ല പനിയും വിറയലും ഉണ്ട്. മരുന്ന് കഴിച്ച അച്ഛന്റെ അസുഖം മാറിയാലേ തെരുവില് സർക്കസ് നടത്താൻ ഒക്കൂ. നിങ്ങൾ സർക്കസാരാ? നമ്മുടെ പുറമ്പോക്കിലൊന്ന് ടെന്റ് അടിച്ചിരിക്കുക. എന്താ കുട്ടിയുടെ പേര്? ചെമ്പകം. ഇന്ന് കളിയുണ്ടോ ചെമ്പകം? അച്ഛന്റെ അസുഖം കുറയാണെങ്കിൽ പൈസ കിട്ടിയാലും ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ഇയാൾ എവിടെ പോയി മരുന്ന് വാങ്ങിക്കാനാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എങ്കിൽ കുട്ടി അച്ഛന്റെ അടുത്തേക്ക് പൊക്കോളൂ. ഞാൻ പോയി വിവരം പറഞ്ഞ് മരുന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാം. എങ്കിൽ വളരെ ഉപകാരം. ചെമ്പകത്തിന് ഞാൻ വേണമെങ്കിൽ കൈക്ക് പിടിച്ച് ടെന്റ് വരെ കൂടെ ആക്കാം. വേണ്ട, എന്റെ വടിയുണ്ട്. വേഗം പോയിക്കോളൂ. മരുന്ന് വാങ്ങിയാൽ ടെക്കനെ എത്തിക്കോളാം. അങ്ങനെ ഇയാള് മരുന്ന് വെട്ടി ടെക്കനേന്ന് എത്തണ്ട. ഞാൻ മരുന്ന് വാങ്ങിച്ചു കൊടുത്തോളാം. എനിക്ക് കൈരരിപ്പൊക്കെ അറിയാം. ഒരു കോലുമ്പോ തുണി വെച്ചാൽ പോയാൽ മതി. അപ്പോഴേക്ക് ഇയാൾ പുറകെ പൊക്കോളും. ലെമ്പടൻ പാവം. ആ കുട്ടിയെ ഞാൻ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. കഷ്ടം. ഞാനൊരു അന്ധനായിരുന്നെങ്കിൽ ആ കുട്ടിക്കൊരു ജീവിതം കൊടുത്തേനെ. എന്ത് ചെയ്യാനാ? ദൈവം എനിക്ക് കാഴ്ച തന്നില്ലേ. എന്തിനെന്നോട് ക്രൂരത കാണിച്ച്? പാട്ടി എന്നെ വിളിച്ചോ? എവിടേത്? ജീവിച്ചൊക്കെ ഇരിപ്പണ്ട. എന്താ നിനക്ക് മാത്രം ജീവിച്ചിരുന്നാ മതിയോ? 6 മാസമായിട്ട് ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴാ അവന്റെ ഒടുക്കത്തെ ഒരു ചോദ്യം. മരിക്കണവരെ ജീവിച്ചിരിക്കുന്ന കളവന്റെ വിചാരം ചത്തുള്ളൂ പട്ടി. 2 മൂന്ന് ഫോൺ ചെയ്യാൻ വന്നിട്ട് തിരിച്ചുപോയി. നീ ഇതെവിടെ നടക്കിയ? അവനിപ്പോ ഡോക്ടറല്ലേ? ഡോക്ടറാ? ആ പൊട്ടിപ്പെന്റെ തന്തക്ക് മരുന്ന് കൊടുക്കൽ ചികിത്സിക്കലല്ല അവന് ഇപ്പോഴത്തെ പണി. പാവങ്ങളാ,
നമ്മളെ കൊണ്ടാവുന്ന സഹായം അത്രേ ഉള്ളൂ. ഞാൻ പിന്നെ ആരാ ടാറ്റയുടെ മോനാ? എനിക്ക് 1.5 ആഴ്ച എലിപ്പനി പിടിച്ച് ആശുപത്രി കിടന്നപ്പാ നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാടാ. പുറത്ത് കൂനായതുകൊണ്ടാ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റാഞ്ഞേ. കേക്കണോ? ആ പൊട്ടിയുടെ തന്തക്കും മരുന്ന് കൊടുക്കാൻ ഞാൻ കൂടി വരട്ടെന്ന് ചോദിച്ചപ്പോ ഈ കാമക്കൂനം പറയാനും പറ്റൂലെന്ന്. ഇവൻ ആകെപ്പാടെ വർഷങ്ങളായിട്ട് പറയണ്ടാ. ആ കണ്ണില്ലാത്ത പെണ്ണിനെ ബൂത്തി കേട്ടിട്ട് ഉമ്മ കൊടുത്ത് വളഞ്ഞു നിൽക്കുമ്പോ എങ്ങനെ അപ്പൊ നേരെ നിന്നുള്ള സ്ഥിതി എന്തായിരിക്കും? കടമാറ്റ കാശ് എടുക്കരുതാ. നിനക്ക് കടമില്ല. കടം വാങ്ങിച്ചതിന് ഇത്രയും അഹങ്കാരം പാടില്ല. നീ ഉമ്മ വെച്ചാ? അയ്യോ, ഒരു കയ്യബദ്ധം പറ്റിയതാ. അതൊരു പാവം പെണ്ണ, കണ്ണില്ല എന്നുള്ളൂ, നല്ല മിടിക്കുക. ഇഷ്ടപ്പെട്ട നമുക്ക് ആ പെൺകുട്ടി ഒന്ന് ആലോചിച്ചാലോ? നല്ല കാര്യോ? കണ്ണില്ലാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരുടെ അച്ഛന് കൂടുതൽ ഇഷ്ടവും. ഇവനും കൂടി അവരുടെ സർക്കസ് സമിതി ചേർന്ന പിന്നെ ഒരു ഒട്ടകത്തിന്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടായിരടാ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞ. ഞാനും കാര്യമായിട്ട് പറഞ്ഞ. നീ ബൂത്തിലേക്കല്ലേ? നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരിവിടെ വിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യം ഒന്ന് ആലോചിക്കാം. എന്നെ പോലെ ഒരാൾക്ക് ഒരു കണ്ണൂട്ടേക്ക് ആലോചിക്കാന്ന് പറഞ്ഞ അതിന്റെ ഒരു പറഞ്ഞ മുതുകില് മസലും വെച്ച് ഋത്തിക് റോഷൻ പോണ പോക്കണ്ട. അവന്റെ മുതുകത്തിരിക്കണ കൂനല്ല, അഹങ്കാരോ. ചുമ്മാ ഇരിടാ. ഇതും കൂടി കഴിച്ചോളൂ. ഇംഗ്ലീഷ് മരുന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് മാറിക്കോളും. ഒരു അരമണിക്കൂർ മൂടിപ്പോച്ച് കിടന്നാ മതി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ സഹായിക്കാൻ മനസ്സിലുള്ള ഒരു ചുരുക്കമാ. എന്താ മോന്റെ പേര്? കുഞ്ഞൻ. വീട്ടിൽ വിളിക്കുന്നത് കുഞ്ഞോ? അതല്ല, ശരിക്കുമുള്ള പേര്. നാട്ടുകാർ വിളിക്കുന്ന കുഞ്ഞെന്നാ, പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാ. കേട്ടോട്ടി. എന്ത് ചെയ്യുന്നു? ഒരു കണക്കിന് പറഞ്ഞ സർക്കാർ ജോലിയാ. STD ബൂത്ത് നടത്തുക. IST ലോക്കലൊക്കെ ഉണ്ട്, വലിയ പ്രസ്ഥാന. ഇൻകമിംഗ് കോള് ഫ്രീയാ. വെറുതെ ഇരിക്കുമ്പോ ഒന്ന് വിളിക്കേ. അല്ല, അച്ഛനും മോളോട് സർക്കസിൽ എന്തൊക്കെ ഐറ്റംസാ കാണിക്കുന്നേ? എന്താണെന്നറിയോ? ഈ സർക്കസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വീക്ക്നെസ്സാ. ഒരിക്കൽ ഭാരത സർക്കസുകാരൻ നോട്ടോട്ടതാ ഞാൻ നടന്നു പോണ സമയത്ത്. പക്ഷെ ഞാൻ പിടികൊടുത്തില്ല കേട്ടോ. അവരെ പോലെ ഞങ്ങൾ അത്ര വലിയ കമ്പനിയൊന്നും അല്ല. മോള് ഡോലക്ക് കൂട്ടി പാടും, ഞാൻ ചില നമ്പറുകളൊക്കെ കാണിക്കും, അത്രയേ ഉള്ളൂ. കൂടെ 4-5 പേരുണ്ടായിരുന്നതാ. പലരും മതിയാക്കി പല വഴിക്ക് പിരിഞ്ഞു. പട്ടിണി തന്നെയാ കാരണം. മോനറിയോ, പേരെടുത്തൊരു കമ്പനിയിലെ റിംഗ് മാസ്റ്റർ ആയിരുന്നു ഞാൻ. എവിടമ്മ ട്രപ്പീസും. ഒരിക്കൽ ഷോ മുടങ്ങാതിരിക്കാൻ മറ്റൊരുവൾക്ക് പകരം 3 മാസം ഗർഭിണിയായ എന്റെ ഭാര്യയെ മാനേജർ നിർബന്ധിച്ച് ട്രപ്പീസിലിറക്കി. പഴയതുപോലെ മെയ് വഴങ്ങുമോ? വീണു, പക്ഷെ മരിച്ചില്ല. 6 മാസത്തോളം തളർന്നു കിടന്നിട്ട് അവസാനം കണ്ണിന് കാഴ്ചയില്ലാത്ത ഈ മോളെ എനിക്ക് സമ്മാനിച്ചിട്ട് അവൾ പോയി. അന്ന് ആ കൂടാരം വിട്ടിറങ്ങിയതാ. എന്നോടൊപ്പം മറ്റു പലരും ഇറങ്ങി. പക്ഷെ ഇപ്പോ ഞാനും എന്റെ മോളും മാത്രമായി. ഈ കുട്ടിയെ തനിച്ചോട് നിർത്തണ്ട, കുടിലേക്ക് കൊണ്ടുപോളൂ. ഇവിടെ പ്രായമായ പെണ്ണിനെ പിന്നെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോവാൻ പറ്റുമോ വാസു? എടി പെണ്ണേ, നീ എന്റെ കൂടെ വീട്ടിലേക്ക് പോരണോ? അവിടെ നിനക്കൊരു കുറവുണ്ടാകുകയല്ല. ചുമ്മാ എന്റെ വാസു മോള് വാ. കൊണ്ടുപോക്കോ. വാട്ടു ഇവിടെ കെട്ടണ കാണും. ഞാൻ ഇവിടെ തന്നെ കാണൂടെ പട്ടി. എന്തുവാടാ? അല്ല, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞതാ. എന്താണ് നാഷണൽ ഹൈവേ? പിള്ളേരടിച്ചാ മരിച്ചേനെ. നീ വന്നോ? നമ്മുടെ കുഞ്ഞനാ. ഉമ്മ, എന്താ ഇത്? കുറച്ച് അരി സാധനങ്ങളാ, പിന്നെ ചെമ്പകത്തിലെ 2 ഉടുപ്പും. കഴിഞ്ഞ ദിവസം വാങ്ങിച്ച അരി സാധനങ്ങൾ തന്നെ തീർന്നിട്ടില്ല. എന്നാലും ഇരിക്കട്ടെ, പെരയില് പുതിയൊരാളും കൂടി വന്നല്ലേ. ഇതും വെച്ചോളൂ. ഇനി കാശെന്തിനാ? വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഉമ്മാക്ക് തരാൻ വേണ്ടി ജമാൽ അയച്ചു തന്നതാ. തിരക്കിനിടയിൽ ഞാൻ മറന്നു. ജമാൽ എന്ന് പറയണത് എന്റെ മോനാ. ഓനിപ്പോ ബോംബെയിലാ. പെരുന്നാളിന് വരും.
അപ്പൊ മോക്ക് കാണാം. അല്ലാ, മോക്ക് കണ്ണില്ലാത്ത കാര്യം നമ്മൾ എപ്പോഴും മറന്നു പോകും. ആ ഉമ്മ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. പിന്നെ സന്ധ്യ കഴിഞ്ഞ് ഈ കുട്ടിയെ പുറത്തേക്ക് ഇറക്കണ്ട. ഈ കോളനി അത്ര ശരിയല്ല. അതുകൊണ്ടാ എന്ന് കരുതി ചെമ്പം പേടിക്കൊന്നും വേണ്ട. തൊട്ട് മുമ്പിലെ പെരെ തന്നെ ഞാനുണ്ട്. എന്തിനു വന്ന ഞാനിവിടെ ഉള്ളപ്പോ വേറെ ഒരുത്തനോട് തല വെക്കില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. ആരടാ അവിടെ? അവിടെ ആരുമില്ല, നിന്റെ നിഴലാത്. നിഴലായാലെന്താ? ചോദിക്കാതെ ചോദിക്കണ്ടേ? ഇല്ലെങ്കിൽ ഇവനൊക്കെ തല കയറി നിരങ്ങും. ഇവന്റെ ഒരു കാര്യം. ഓ, എന്റെ നെഴിന് ജുറാസി പാർക്കിന്റെ ഛായ. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് കൂടെ നടന്നോളൂ. ഒരു പണിക്കും പോവാണ്ട്. രാത്രിയിൽ ഇരുന്ന് ഉറക്കൂലേ? മുമ്പിൽ നിന്ന് മാറിക്കട, അല്ലെങ്കിൽ ഞാൻ ചവിട്ടുകുട്ടി പഴയ കൊലിച്ചറിയും. അടുത്ത മാസം ഇവന് സ്റ്റേറ്റ്സിലേക്ക് പോണം. കാര്യങ്ങളൊക്കെ നമുക്ക് അതിനു മുമ്പ് നടത്തണം. അതിനെന്താ പ്രശ്നം? എന്നാന്ന് പറഞ്ഞാ മതി, അന്ന് കല്യാണം. സാറിനൊരൊറ്റ മോള. ഈ കാണുന്നതല്ല ആ കൊച്ചിനുള്ളതാ. ലക്ഷ്മി, 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 ഇറങ്ങണ വെളിയിൽ. നിനക്കെന്താ അവിടെ കാര്യം? പോലീസിന്റെ ഭാഷന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇവിടെ എന്റെ പെണ്ണ. ഞാനല്ലാതെ വേറെ ഒരുത്തനും ഇവളുടെ കഴുത്തിൽ തലയിട്ടില്ല. ഇവക്ക് വേണ്ടി സമയങ്ങളെ എനിക്ക് പോടോ. എന്താടോ ഇവന്റെ ഒക്കെ മുമ്പ് വെച്ച് നാണം കെടുത്താനാണോ ഞങ്ങളെ വിളിച്ചോണ്ടുവന്നത്? കല്യാണം മുടക്കാൻ വേണ്ടി കേറി വന്നതും ഓരോരോ തെണ്ടികൾ ഇറങ്ങി. ഇവിടെ തെളിയാതെ കിടക്കുന്ന കുറെ കേസുകളില്ലേ, അതൊക്കെ അവന്റെ പേര് ചാർജ് ചെയ്യണം സാർ. കിടക്കട്ടെ, കുറെ കാലം ജയിലിൽ, അപ്പ പഠിക്കും. ഇങ്ങനെ ഒരുത്തനുള്ളതിലും ഭേദം. വേണ്ട സാർ, ഇനി എനിക്ക് അവനെ വേണ്ട. നിനക്കെന്താ അവിടെ കാര്യം? കാര്യം ഉണ്ടാക്കിയത് അച്ഛനല്ലേ? അച്ഛൻ എന്നോട് ഒരു വാക്ക് പറയാതെയാണ് ആ പെണ്ണ് കാണുന്ന ചടങ്ങ് നടത്തിയത്. ഞാനപ്പ അതിനെ സമ്മതിച്ചത് അച്ഛൻ അവരുടെ മുന്നിൽ നാണം കെടണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇല്ലാത്ത കേസുണ്ടാക്കി എന്റെ പ്രസാദിനെ ജയിലിലാക്കാൻ ശ്രമിച്ചാൽ കോടതിയിൽ വന്ന് എനിക്ക് സത്യം പറയേണ്ടി വരും. പ്രസാദ് എന്നെ കാണാൻ വന്നതാണെന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നും.